ഇനി കുളിച്ചിട്ട് കിടന്നുറങ്ങിക്കോട്ടോ. അൽഷിമേഴ്സ് ഉള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ രീതി എങ്ങനെയാണോ അങ്ങനെ വേണം നമ്മളും ചെയ്യാൻ. അല്ല, ഉമ്മയ്ക്ക് എന്തോ ഒരു വല്ലായിക പോലെ. കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നല്ലോ. ഒന്നുമില്ല. ആ വരുന്നു. ഈ ആണുങ്ങൾക്ക് സുഖ വഴിയാ. പോട്ടെ ഉമ്മേ, ഗേറ്റ് അടയ്ക്കണേ. മാസമായി കാണും. നിന്നോ നിന്നോ. ഒരു സ്ഥലത്ത് നോക്കിയാ കാണില്ല. എവിടെ വെച്ചിരിക്കുന്നത്? എന്താടി? ആ, അതൊക്കെ നിനക്ക് തോന്നാവും. ആ ശരി ശരി, വന്നേക്കാം. ആ ഇന്നോ? ആ ഇന്ന് തന്നെ വന്നേക്കാം. കടവന്തരം എത്താനുള്ള സമയമേ ഉള്ളൂ. വെറും 5 മിനിറ്റ് മാക്സിമം. ഓക്കെ? ആ ശരി. അപ്പോ കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തി. ജോലിക്ക് പോയ സാഹിബിനെ മദാമിനെ അറിയിക്കണോ? വേണ്ട, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ആ പെണ്ണ് പറഞ്ഞ അവരതല്ലേ വിശ്വസിക്കൂ. അയൽവക്കക്കാരുടെ വാക്കിന് എന്നാ വില? നമ്മളായി നമ്മുടെ പാടായി. കല്യാണത്തിന് ഇപ്പോഴെങ്കിലും ആലോചിക്കണ്ട പെണ്ണേ. ഒന്നാമത് നിന്നെ എൻ്റെ അച്ഛന് കണ്ണി പിടിക്കില്ല. കാര്യം പെങ്ങടെ മോളൊക്കെ ആണെങ്കിലും ഇനി അഥവാ ആലോചിച്ചാൽ തന്നെ ഇപ്പോഴേ ഒരു കുടുംബം. പിന്നെന്താ ലൈഫിലൊരു ത്രില്ല്? പിന്നെ അത് നമുക്ക് കളയാടി. എന്തുണ്ടാ? ചുമ്മാ അങ്ങനെ പോന്നു. ഏയ്, കൊട്ടേഷൻ ഇപ്പൊ കുറവടാ. മണലിന്ന് വല്ലതും തടഞ്ഞാലായി. വണ്ടി പിടുത്തം കുറഞ്ഞു. അവിടെ പിന്നെ കുഴലിന്റെ ഇടപാടുള്ളത് കൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോലല്ലേ. നടക്കട്ടെ നടക്കട്ടെ. ഓക്കെ ശരി. ഞാൻ പോയാൽ എങ്ങനെ ശരിയാവൂടി? നമുക്ക് പ്രശ്നം പരിഹരിക്കണ്ടേ? നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാടി. ഓ, ഇതല്ലേ നിന്റെ അന്നദാതാവ്. ഈ വിക്കറ്റ് ഇപ്പോഴെങ്കിലും വീഴൂല. സെഞ്ചുറി അടിച്ച് കുറ്റിയും പറിച്ചേ പോകൂ. അല്ലെങ്കിൽ പിന്നെ കാലം ബൗൺസർ വിടണം. പോകുന്നുണ്ടോ? ഒന്ന് പോടി. ഞാനങ്ങനെ ഒഴിവാക്കാൻ പറഞ്ഞൊരു തമാശയായിട്ട് കരുതിയാൽ മതി. ഓ, നീ എന്നെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. നിന്റെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോയേക്കൊള്ളുന്നുണ്ട്. ഒന്ന് എടുത്തോണ്ട് വാ. ഒന്നുമില്ലേലും വിവരം കേട്ടപാടെ പൊരുവേലത്തോടി വന്നല്ലേ. ഒരു പോംവഴി പറഞ്ഞു, പറ്റിയില്ല. പോട്ടെ, അടുത്ത് ആലോചിക്കാം. ഇതൊക്കെയല്ലേ അതിൻ്റെ ഒരു രീതി. മോളിച്ചല്ലേ.
എന്താ ഇത്? എന്തിനാ ഇവിടെ കേറിയേ? എന്താ ബാഗില്? നമ്മുടെ പ്രശ്നമൊക്കെ തീർന്നു. ഈ വീട്ടുകാർക്ക് നിന്നെ നല്ല വിശ്വാസമാണല്ലേ. സേഫിന്റെ താക്കോലൊക്കെ വെറുതെ കിട്ടേക്കുമല്ലേ. ആ, നീ വേഗം ഡ്രസ് മാറ്. ഞാനൊന്ന് കച്ചവടമാക്കിട്ട് ഇപ്പൊ വരാം. പറ്റില്ല. ദേ, നമ്മുടെ കല്യാണം നടക്കണ്ടേ? വേണ്ട, അതോടെ വെക്ക്. വെക്കാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ബൈജു പരിസരം വിടുന്നതിന് മുമ്പ് ഞാൻ പോലീസിനെ വിളിക്കും. ബൈജു, അവിടെ നിൽക്ക്. അത് കൊണ്ടുപോകരുത്. ബൈജു, നിൽക്ക്. കൊല്ല, എന്നെ കൊന്നിട്ടുണ്ടോയാ മതി. ഇത് എത്ര ലക്ഷം ടോണിച്ച? 70. ഒച്ച വെച്ച് അപ്പച്ചനെ അമ്മച്ചും വരുത്തണ്ട. ഇതിന്നൊരു 10 രൂപയും കൊടുക്കേണ്ടി വരും. ഒറ്റ പൈസ തൊടിക്കരുത് കേട്ടോ. നിങ്ങളുടെ കുടുംബസ്വത്തൊന്ന് ഭാഗം വെച്ച് കിട്ടാൻ ഞാൻ കുറെ പാടുപെട്ടതാ. ഭാഗ്യത്തിന് നല്ല വിലക്ക് വിറ്റ് കിട്ടി. ഇനി ഇതിന്നൊരു വീതം വയ്പ്പിന് ഞാൻ സമ്മതിക്കില്ല. അതിപ്പോ ആര് പറഞ്ഞു? അത് വിട്. പിന്നെ ഞാനൊരു ഫ്ലാറ്റ് കണ്ടുവച്ചിട്ടുണ്ട്. അടിപൊളി. എത്ര ലക്ഷം വരും? ലക്ഷോ? എന്നതിനാ? വാങ്ങുന്നില്ലല്ലോ, വാടകയ്ക്കല്ലേ. പുത്തൻ ഫ്ലാറ്റ് വാങ്ങാന്ന് പറഞ്ഞിട്ട് വാടക പറയോ? ഞങ്ങള് മാതിരപ്പള്ളി തറവാട്ടുകാരെന്ന് പറഞ്ഞാലേ. തൽക്കാലത്തേക്കെന്നേ. ജോജി ഒരു പ്ലാൻ പറഞ്ഞു. കേട്ടപ്പോ തരക്കെടില്ലെന്ന് തോന്നി. ഇറക്കിയ 3 ഇരട്ടി ലാഭം കിട്ടുന്ന പരിപാടിയാ. ആ ചങ്ങാതിക്കില്ലാത്ത ഏർപ്പാടൊന്നുമില്ലല്ലോ. എന്നതാ, ഷെയർ മാർക്കറ്റിന്റെ ഏർപ്പാട് വല്ലതാണോ? അതൊക്കെ വിശദമായിട്ട് പറയാം. നീ പോയിട്ട് അത്താഴത്തിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. കുഞ്ഞല്ലേ, ഒരു ചായ. ധൃതി പിടിക്കാതെ കറിയാച്ചോ. പാല് കണ്ണു കുടിച്ച് പോയിട്ടിപ്പം വേറെ കറന്നതേ ഉള്ളൂ. ഇപ്പം തരാം. ഇന്നലെ രാത്രി ഒരുപാട് വൈകിയല്ലേ? ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പച്ചൻ തന്ന സ്ഥലമൊക്കെ മോൻ കച്ചവടാക്കിയല്ലേ? അപ്പം നമ്മുടെ പുരയിടത്തിലൊന്നും പുര വെക്കില്ലെന്ന് ചുരുക്കം. പറഞ്ഞല്ലോ എനിക്ക് ടൗണിൽ എവിടെയെങ്കിലും കൂടണമെന്ന്. കൂടിക്കോ, അത് ഇവിടെ തന്നെ താമസിച്ചുകൊണ്ടായിക്കൂടെ. ജോണി ആണെങ്കിൽ പട്ടാളത്തില്. അവൻ പെൻഷൻ പറ്റി പെമ്പിളേം കുട്ടി പോന്ന ഇളവൻ എന്ന നിലയ്ക്ക് അവൻ ഇവിടെ കൂടും. പക്ഷെ അതിനി സമയമുണ്ടല്ലോ. അതുവരെ കൃഷിക്കാര്യങ്ങൾ നോക്കി നീ ഇവിടെ തന്നെ നിന്ന് അപ്പൻ അതൊരു സഹായമാവത്തില്ലയോ? കൂട്ടത്തിൽ പെരയും പണിയാം. നിനക്കും നിന്റെ അനിയനും വേണ്ടിയാ ഞാൻ ഈ മുതലൊക്കെ ഉണ്ടാക്കിയത്. അവനിവിടെ തങ്ങുമ്പോ
നീ ഈ പരിസരത്തുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതിന് ഞാനങ്ങ് ഒരുപ്പൊക്കെ പോവല്ല, ഈ ടൗണിൽ തന്നെ ഉണ്ടാവും. എപ്പോഴാ വേണ്ടെന്ന് വെച്ചാൽ വിളിച്ചാൽ മതി, എത്തിയേക്കാം. ആ, വിളി വരും മോനെ, ഒരു വിളി വരും. വെൽക്കം വെൽക്കം, ആ. പ്ലീസ് കം, പ്ലീസ് സിറ്റ്. ഇരിക്കെ. ആ. ഹലോ. ജോജി വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ആ. മിസ്സസിനെയും കൂട്ടി ടോണി വരുമെന്ന്. ആ, ഇത് അലക്സാണ്ടർ, MD. സ്കൈലൈൻ്റെ ഫ്ലാറ്റിലെ താമസം അല്ലേ? അപ്പോൾ ഫ്രാൻസിസിനെ അറിയണമല്ലോ, നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി. ഞങ്ങളുടെ ഇൻവെസ്റ്ററാ, 2 crores. ഞങ്ങൾ ഫ്ലാറ്റ് എടുത്തിട്ട് 3 ദിവസമേ ഉള്ളൂ. അങ്ങനെ ആരെയും പരിചയം. ഓക്കെ, സോറി, ചോദിക്കാൻ മറന്നു. കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ അതോ? നോ താങ്ക്സ്, ഇപ്പം കഴിച്ചതേ ഉള്ളൂ. ഓ, ഒരല്പം ധൃതി ഉണ്ടായിരുന്നു. നോടില്ലേ, ജോജി എല്ലാം പറഞ്ഞു കാണുമല്ലോ. എല്ലാവരും തരുന്നതിനേക്കാൾ 2% ഇവിടെ കൂടുതലാ. അതൊരു വലിയ അഡ്വാൻറ്റേജ് അല്ലേ? പിന്നെ ഇൻട്രസ്റ്റ് എങ്ങനെ? പ്രിൻസിപ്പളിനൊപ്പം ചേർത്താൽ മതിയോ അതോ? പലിശ മാസം തോറും വേണോ അതോ മുതലിന്റെ കൂടെ ചേർത്ത് ലാസ്റ്റ് മതിയോന്ന്? ഒടുക്കം കിട്ടിയിട്ട് എന്നത്തിന്? അടക്കത്തിന് ചെലവാക്കാനോ? അപ്പോഴപ്പോ കിട്ടുന്ന മേടിക്കാം. അത് മന്ത്രി ഡ്രോ ചെയ്തോളാം. ഓക്കെ. ദേ, ഇതിലൊന്ന് സൈൻ ചെയ്തേരാ. കണ്ടോ, ഫ്ലാറ്റ് വാങ്ങാൻ നിൽക്കാതെ ഞാനാ രൂപ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള മെച്ചം. ചുമ്മാ ചെന്നങ്ങ് ഒപ്പിട്ട് കൊടുത്താൽ മതി, 5 അക്കം തുക വരുന്ന പലിശ ഇങ്ങ് പോരും. ഓ, അല്ലേലും ഇനി ഫ്ലാറ്റ് ഒന്നും വാങ്ങേണ്ട. 1 മാസം കൊണ്ട് തന്നെ എനിക്ക് മതിയായി. ഇതിലും ഭേദം നിങ്ങളുടെ ആ പഴയ തറവാട് തന്നെയാ. ദേ, നമുക്ക് നല്ലൊരു വീട് വെച്ചാ മതി. നടുമുറ്റം തളമൊക്കെയുള്ള വലിയൊരു വീട്. നല്ല കിടിലിനൊരു വീടിന് വെച്ച് കളയാം. നീ ഒന്ന് ക്ഷമിക്കേ. തൽക്കാലം ഞാൻ ഈ വീട് പണിയുടെ ടെൻഷൻ ഒന്നുമില്ലെന്ന് റിലാക്സ് ചെയ്യട്ടെ. റിലാക്സ് ഇത്ര കൂടുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ക്ലബിൽ ചെന്നുള്ള വീശലേ. എടി, ഞാൻ വീശുന്നതേ 100-200 രൂപയുടെ കരളുവാട്ട് നനവൊന്നുമല്ല. ഈ ടൗണിലെ വമ്പൻ മുതലാളിമാരുടെ ബ്രാൻഡാ. അല്ല, അതിനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ടല്ലോ, പിന്നെന്നാ. പിന്നെ പലിശ വാങ്ങിച്ചോണ്ട് നേരെ ക്ലബിലേക്ക് പോയേക്കരുത്. ഞാൻ കുന്നേല സൂസിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. സുരഭിയില് ഞങ്ങൾ ഒരു ഉഗ്ര മണിമാല കണ്ടുവച്ചിട്ടുണ്ട്. 6-7 പവൻ വരും. അതാ പറഞ്ഞ വീശാനൊന്നും നിൽക്കാതെ നേരെ ഇങ്ങ് പോന്നേക്കണമെന്ന്. എന്റെ മോള് റെഡി ആയിക്കോ, ഞാനിതാ ഇപ്പൊ ഇങ്ങെത്തി. കുഞ്ഞെന്നെ ചതിച്ചു. എന്നാ പറ്റി? ചന്തമുക്കിൽ ഇന്നാള് തുടങ്ങിയ ബാങ്കില്ലേ, അത് പൊട്ടി. അവിടെ ആകെ ബഹളമാ, പോലീസും ആൾക്കാരും ഒക്കെ. അതിന് ഇടിക്കൂട്ടി ഇടപാടിലൊന്നും കറിയാച്ചായൻ കാശ് ഇടാറില്ലല്ലോ, പിന്നെ എന്നാത്തിന് ഈ പരോശം? ഞാൻ ഇട്ടില്ലേലും നിന്റെ മോനിട്ടാ മതിയല്ലോ. വീതം വിറ്റ് കിട്ടിയ കാശ് മുഴുവൻ അവൻ അതിലാ കൊണ്ടിട്ടത്. എന്റെ അപ്പൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണല്ലോ പോയത് എന്ന് പറഞ്ഞ് പോലീസിനോട് കരഞ്ഞു വിളിക്കുന്നു ഞാൻ കണ്ടു കുഞ്ഞെന്നെ. അവൻ അങ്ങനെ പറഞ്ഞോ? അവന്റെ നാവിന് അങ്ങനെ വീണോ? എങ്കിൽ അവൻ ചെയ്തതൊക്കെ കർത്താവ് പുറത്തോളൂ. നിനക്ക് ഓർമ്മയുണ്ടോ കുഞ്ഞെന്നെ, അവൻ ഈ വിറ്റ സ്ഥലം ഞാൻ രജിസ്റ്റർ ആക്കുന്നത് അവൻ ജനിച്ച അന്ന, 37 കൊല്ലം മുമ്പ്. അന്ന് ഇരുട്ട് വെളുക്കെ വെട്ടിത്തീയിട്ട് വെടിപ്പാക്കി കുഴിച്ചു വെച്ച ഏലത്തൈകളാ
ഈ കുടുംബത്തെ ഇവിടെ വരെ എത്തിച്ചത്. കോടയും കരടിയും മലമ്പനിയും മൂർഖനും ഒക്കെ കൂടെ വന്നിട്ടും അന്ന് തളർന്നില്ല. പക്ഷെ ടോണിച്ചൻ ആ പച്ചപ്പ് വിട്ടെന്നറിഞ്ഞ അറിയാതെ എങ്ങാനും എന്റെ മനസ്സവനെ പ്രാഗിയോ കർത്താവേ. അതുകൊണ്ടാണോ അവന്റെ കയ്യിൽ നിന്ന് മുതൽ പോയത്? എനിക്ക് എന്റെ തല തെറിച്ചു പോട്ടെ. എന്തല്ലേ ഞാൻ പറഞ്ഞതാ, എന്തെങ്കിലും ഒന്ന് കേട്ടായിരുന്നോ? എന്നിട്ടിപ്പോ എന്തായി തീർന്നു? അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഒരു ഫ്ലാറ്റ് എങ്കിലും മേടിച്ചിടേ, കേട്ടില്ലേ? എന്നിട്ടിപ്പോ എല്ലാം കൂടെ കൊണ്ട് തുറച്ചിട്ട് വന്ന് കിടക്കുന്നു. മുഴുവനും കൂടി കൊണ്ടിട്ട് തുറച്ചപ്പോ സമാധാനമായി. അല്ല, നീ എനിക്ക് സമാധാനം തരൂ. നിനക്ക് ഇരുപതിനായിരത്തിന് ഉപ്പനായിരത്തിന്റെ സാരി, കൈ നിറയെ വള, കഴുത്തൊടിക്കാൻ പോകുന്ന മാല, ഞാനതൊക്കെ എവിടെ പോയി ഉണ്ടാക്കാനാ? അതിന് കണ്ട വഴി ഇതാ. ഇപ്പൊ പെരുവഴിയായിന്ന് പറഞ്ഞാ മതി. ആരാടി പെരുവഴിയിലെ? നീ കിടക്കും. എന്റെ വീട്ടിൽ നിന്ന് വരാനുള്ളത് വരികയും ചെയ്തു, പോവുകയും ചെയ്തു. ഇനി നിന്റെ വീട്ടിൽ നിന്ന് വരാനുണ്ടല്ലോ, അത് വരട്ടെ. ഓ, ഇനി അതുകൂടി വരാത്ത കുഴപ്പേ ഉള്ളൂ. പിടിപ്പില്ലാത്തവന് കെട്ടിച്ചു കൊടുത്തത് അബദ്ധമായെന്ന് കരുതിയിരിക്കാം വീട്ടുകാര്.